കൊല്ലത്ത് നിന്ന് ട്രെയിൻ മാർഗം തെങ്കാശിയിലേക്കൊരു യാത്ര. ഈ റൂട്ട് സജസ്റ്റ് ചെയ്തത് നമ്മുടെ ക്യാമറമാൻ ഷാനോസ് ഫരീദാണ്. ഷാനോസ് പറയുന്നത് മസനഗുഡി വഴി ഊട്ടിയിലേക്ക് പോകുന്നതിന് സമാനമായ രീതിയിൽ അല്ലെങ്കിൽ അതിനേക്കാൾ ഫീൽ നൽകുന്ന ഒരു യാത്രയാണ്. അതിനിടയ്ക്ക് വിവിധ തരത്തിലുള്ള വൈറലായ റെയിൽവേ സ്റ്റേഷനുകളുണ്ട്. എന്തായാലും നമുക്ക് ആ കാഴ്ചകളൊന്ന് കണ്ടുവരാം. അങ്ങനെ നമ്മുടെ യാത്ര പുനലൂരിലേക്ക് അടുക്കുകയാണ്. ഉച്ചയ്ക്ക് 12:20 ട്രെയിനിലാണ് ഞങ്ങൾ കയറിയത്. ചെന്നൈയിൽ നിന്ന് മധുരയ്ക്ക് പോകുന്ന ട്രെയിനാണ്. അല്പം ചൂടുണ്ട്, ചൂടുള്ള കാലാവസ്ഥയാണ്. എങ്കിൽ പോലും നല്ല ഗംഭീരമായിട്ടുള്ള കാഴ്ചകളുണ്ട്. പുനലൂരിൽ നിന്ന് അങ്ങോട്ട് പോകുമ്പോഴാണ് പിന്നീട് കാഴ്ചയുടെ ഒരു മായാ വസന്തം നമുക്ക് കാണാൻ സാധിക്കുന്ന കാര്യം. മലനിരകളും കാടും പാടങ്ങളും ഒക്കെ നിറഞ്ഞ കാഴ്ച കണ്ട് നമുക്കിനി അങ്ങോട്ട് പോകാം. പതിമൂന്ന് കണ്ണറ പാലം എന്ന് പറഞ്ഞാൽ ഏറ്റവും ഗംഭീരമായിട്ടുള്ള കിടു സ്പോട്ടാണ്. തെന്മലയുടെ പച്ചപ്പ് ഇങ്ങനെ കണ്ട് ശകലം ഫ്രണ്ടിലേക്ക് വരുമ്പോഴാണ് ബ്രിട്ടീഷുകാരാൽ നിർമ്മിക്കപ്പെട്ട ആ 13 തൂണുകളുള്ള കൽത്തൂണുകളുള്ള ആ പാലം നമുക്ക് കാണാൻ സാധിക്കുന്നത്. ആർച്ച് രൂപത്തിലാണ് അത് നിർമ്മിച്ചിട്ടുള്ളത്. നമ്മളിപ്പോൾ പോകുന്ന ഒരു ടണലിൽ കൂടെയാണ്. കാര്യം പുനലൂർ കഴിഞ്ഞു കഴിഞ്ഞാൽ പല സ്ഥലങ്ങളിലും ഈ പാറ തുരന്നാണ് ഈ റെയിൽപാത നിർമ്മിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കും, എനിക്ക് ഇരുവശങ്ങളിലും ഈ പാറക്കെട്ടുകളാണ്, ടണലാണ്. അതിൽ കൂടിയാണ് പല സ്ഥലങ്ങളിലും ഇത്തരത്തിൽ ചെറുതും വലുതുമായിട്ടുള്ള ടണലുകളുണ്ട്. അങ്ങനെയൊക്കെയുള്ള ഗംഭീരമായിട്ടുള്ള കാഴ്ചകൾ പാറക്കെട്ടുകൾക്കിടയിൽ കൂടി നെൽപ്പാടങ്ങൾക്കിടയിൽ കൂടിയൊക്കെ തന്നെ സഞ്ചരിച്ചാണ് നമ്മൾ ഈ ഭഗവതിപുരത്തേക്ക് പോകുന്നത്. പശ്ചിമഘട്ടത്തിൻ്റെ പച്ചപ്പും കുളിർമയും ഒക്കെ തന്നെ പിന്നിട്ട് നമ്മളിപ്പോൾ തമിഴ്നാടിൻ്റെ മണ്ണിലേക്ക് കടന്നിരിക്കുകയാണ്. നെൽപ്പാടങ്ങളും പച്ചക്കറിപ്പാടങ്ങളും ഒക്കെ തന്നെയുള്ള തെങ്കാശിയുടെ നാട്ടിലേക്കാണ്. നിമിഷങ്ങൾക്കുള്ളിൽ നമ്മൾ തെങ്കാശിയിലേക്ക് എത്തും. തമിഴ്നാട്ടിലെ ഈ ഗ്രാമങ്ങളിൽ ചെന്നാൽ കാണുന്ന രീതിയിലുള്ള വീടുകൾ, ചെറിയ ചെറിയ വീടുകൾ, അതിന് മുന്നിലൊക്കെ ഇരുന്ന് സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർ സംസാരിക്കുന്നു, സൊറ പറയുന്നു, അങ്ങനെയൊക്കെയുള്ള കാഴ്ചകൾ കാണുന്ന ഒരു നാട്. ഈ യാത്രയ്ക്കിടെ നമ്മൾ ഇറങ്ങേണ്ട, കാണേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥലമുണ്ട്. അവിടെയാണ് ഞാനുള്ളത്, ഭഗവതിപുരം റെയിൽവേ സ്റ്റേഷൻ. ഒട്ടേറെ സിനിമകൾക്ക് ലൊക്കേഷനായിട്ടുള്ള പ്രദേശമാണ്. ഒപ്പം തന്നെ ഈ റെയിൽവേ സ്റ്റേഷനിൽ നേരത്തെ ഒരു വലിയ ആൽമരം ഉണ്ടായിരുന്നു. ആ ആൽമരമായിരുന്നു സ്റ്റേഷൻ്റെ ഭംഗി. പക്ഷേ റെയിൽവേ വികസനത്തിൻ്റെ ഭാഗമായി ആൽമരം മുറിച്ചു മാറ്റി. എങ്കിൽ പോലും മലനിരകൾക്കിടയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു റെയിൽവേ സ്റ്റേഷൻ, വലിയ രീതിയിൽ പച്ചപ്പൊക്കെ ഉള്ള ഒരു പ്രദേശമാണ്. ഒപ്പം തന്നെ ഈ മഞ്ഞുകാലത്തൊക്കെ ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ കോടമഞ്ഞിൽ പുതച്ചു നിൽക്കുന്ന ഒരു സ്റ്റേഷൻ കാണാൻ സാധിക്കും. ഞങ്ങൾ തെങ്കാശിക്കാണ് നേരത്തെ ടിക്കറ്റ് എടുത്തത്. പക്ഷേ ഈ ഭഗവതിപുരത്തിൻ്റെ ഭംഗി കണ്ടപ്പോഴത്തേക്ക് ആ സ്റ്റേഷനിലങ്ങ് ഇറങ്ങാൻ തീരുമാനിച്ചു. കാര്യം ഈ സ്റ്റേഷൻ ഇത്രയും ഭംഗി ഉണ്ടെങ്കിൽ ഈ ഗ്രാമത്തിന് എന്ത് ഭംഗി ഉണ്ടാകുമെന്ന് കരുതിക്കൊണ്ട് തന്നെ ഇറങ്ങിയതാണ്. പക്ഷേ ഇവിടെ വന്നപ്പോഴാണ് ഇത് നമുക്ക് പറഞ്ഞറിയിക്കാൻ സാധിക്കാത്ത രീതിയിലുള്ള ദൃശ്യങ്ങൾ കണ്ടില്ലേ. ഈ മലകൾക്ക് ഇടയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ഗ്രാമം, നെൽപ്പാടങ്ങളൊക്കെ തന്നെ ഉണ്ട്. അത് കൃഷിക്ക് വേണ്ടി ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിന് നടുവിലുള്ള ഒരു റെയിൽവേ സ്റ്റേഷൻ ഗംഭീരമായിട്ടുള്ള സ്പോട്ടാണ്. കൊല്ലത്ത് നിന്ന് 4 ട്രെയിനുകളാണ് ഇത്തരത്തിൽ ഈ ഭാഗത്തേക്കുള്ളത്. ആ 4 ട്രെയിനിൽ ഏതിൽ വന്നാലും വളരെ തുച്ഛമായ രീതിയിൽ വളരെ കുറഞ്ഞ പൈസയ്ക്ക് വന്ന് ഈ പ്രദേശം കാണാൻ സാധിക്കുന്ന ഒരു സ്ഥലം തന്നെയാണ്. ക്യാമറമാൻ ഷാനോസ് ഫരീദിനൊപ്പം കണ്ണൻ നായർ, മാതൃഭൂമി ന്യൂസ്, കൊല്ലം.